വെൽക്കം ബാക്ക് ഗൈസ്. നമ്മുടെ ടൂർണമെന്റ് ബ്ലോഗിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് സുസ്വാഗതം. അപ്പോൾ നമുക്ക് നമ്മുടെ സംഘാടക സമിതിയുടെ കമന്ററി പാനലിലേക്ക് ഒന്ന് എത്തി നോക്കാം. സ്പോൺസേഴ്സിന് പ്രൊമോഷന് വേണ്ടിയുള്ള ഡയലോഗും മലയാളത്തിൽ പേപ്പർ എഴുതി വെച്ചേക്കുന്നത് നോക്കി വായിക്കാൻ വേണ്ടി. ഞാനും ആ പതിവ് തെറ്റിക്കുന്നില്ല, ഞാനും ആ പ്രൊമോഷൻ നൈസായിട്ട് ഇവിടെ കൊടുക്കുകയാണ്. ഈ ടൂർണമെന്റ് ആവശ്യമുള്ള മെഡിക്കൽ സപ്പോർട്ട് സ്പോൺസർ ചെയ്തിരിക്കുന്ന തൈക്കുടത്തിൽ മെഡിക്കൽസ് എരുപേറിന് എൻ്റെ വിധ എല്ലാ മംഗളാശംസകളും. അപ്പോൾ എല്ലാവരും സ്റ്റോറിൽ പോവുക, മരുന്നുകൾ വാങ്ങുക, കച്ചവടം പൊടി പൊടിപ്പിക്കുക. ഈ കാണുന്നതാണ് ഗോൾ ഷീറ്റ്. അപ്പോൾ ഓരോ മാച്ചിനും ഓരോ പേപ്പർ വീതം ഉണ്ടാവും. അപ്പോൾ അതിൽ എത്ര ഗോൾ സ്കോർ ചെയ്തു, ആരൊക്കെയാണ് ഗോൾ സ്കോർ ചെയ്ത്, എത്ര റെഡ് കാർഡുണ്ട്, മഞ്ഞ കാർഡുണ്ട്, അതുപോലെ തന്നെ എത്ര സേവ് ആണ് ഗോൾ നടത്തിയത്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ടാവും. അങ്ങനെ നാലാമത്തെ മാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ വാമപ്പ് ചെയ്യുന്ന ടീമാണ് മല്ലപ്പള്ളി ഈസ്റ്റ് ഇടവക. മറ്റേ ടീം ഏതാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിവില്ല. ഒരു ആസ്റ്റമിലയുടെ ജേഴ്സി ഇട്ടിട്ടാണ് ടീം കളത്തിലിറങ്ങിയത്. അങ്ങനെ ഇരു ടീമുകളുടെയും ഫോട്ടോ സെഷൻ പരിപാടി കഴിഞ്ഞതിന് ശേഷം രണ്ട് ടീമുകളും വാമപ്പിനായിട്ട് കോർട്ടിന് രണ്ടറ്റത്തേക്ക് പോയി. ഷോട്ട് എടുത്തതിനാണ് ആരോൺ അക്ക അപ്പു. പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലെയർ ആണ്. ഇപ്പോൾ ബാംഗ്ലൂരു FC വേണ്ടിയാണ് കളിക്കുന്നത്. നമ്മുടെ BFC അല്ല, മറ്റൊരു സൂപ്പർ ഡിവിഷൻ ക്ലബ്ബായ ബാംഗ്ലൂരു FC വേണ്ടിയാണ് കളിക്കുന്നത്. ഇതൊക്കെ നേരത്തെ കളിച്ച ക്ലബ്ബുകളാണ് മിനർവ പഞ്ചാബ് FC, അതുപോലെ തന്നെ ഡൽഹി FC. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഈ മല്ലപ്പള്ളി ടീമിന്റെ ഗോളി ഇച്ചിരി മുറ്റാട്ടോ. അവൻ നമ്മുടെ സെന്റ് ജോൺ സ്കൂളിന്റെ ഗോൾ കീപ്പർ ആട്ടോ. നമ്മുടെ ആസ്റ്റൺ വില്ലയുടെ ജേഴ്സിയുടെ ടീമിന്റെ ടീം ഹഡിലും കഴിഞ്ഞിട്ട് കളി പയ്യെ തുടങ്ങി. 20 മിനിറ്റ് നിശ്ചയ സമയം പ്ലേ കഴിഞ്ഞതിന് ശേഷം കളി നേരെ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോയി. സിക്സസ് കളിക്കുന്നുണ്ട്. നമുക്ക് 3 പെനാൽറ്റി മാത്രമേ ഷൂട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഷൂട്ടിലേക്ക് പോവാം. അൺഫോർച്ചുനേറ്റ്ലി പോസ്റ്റിൽ തട്ടിയിരിക്കുകയാണ്. നമുക്ക് മറ്റേ ടീമിനെ കാണാം. ദേ കിടക്കണം പോസ്റ്റിൽ. അങ്ങനെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ മല്ലപ്പള്ളി ഈസ്റ്റ് ചർച്ച് വിജയിച്ചിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ക്വാളിഫയേഴ്സിലെ അവസാനത്തെ മത്സരം 5th മാച്ചിലേക്ക് പോവാം. അങ്ങനെ നമ്മുടെ ടീം കളത്തിലിറങ്ങിയിട്ടുണ്ട് ക്വാളിഫയേഴ്സിലെ ഫൈനൽ മാച്ചിന് വേണ്ടി. നമ്മുടെ ടീമും ഓപ്പോസിറ്റ് വരുന്നത് കുമ്പനാട് വലിയപള്ളിയും കൂടെയാണ് മത്സരം. ഇതാണ് കുമ്പനാട് പള്ളിയുടെ സ്ക്വാഡ്. അവരുടെ ഫോട്ടോ സെഷനും അതോടൊപ്പം തന്നെ നമ്മുടെ ഫോട്ടോ സെഷനും നടന്നു. നമുക്ക് സ്ക്വാഡ് ഡെപ്ത് കുറച്ചധികം കൂടുതലാണെന്ന് തോന്നുന്നു. കളിക്കുന്ന 6 പേര് പോരാൻ വെച്ചിട്ട് 4 പേര് സബിലുണ്ട്. അങ്ങനെ വാമപ്പും ചെറിയ ഡ്രിൽ സെഷനൊക്കെ ആയിട്ട് നമ്മുടെ പരിപാടി മുമ്പോട്ട് പോവുകയാണ്. വാമപ്പൊക്കെ കഴിഞ്ഞിട്ട് പയ്യെ കളി തുടങ്ങുന്നതായിരിക്കും. 2-1-2 ഫോർമേഷനാട്ടോ നമ്മൾ ഇറങ്ങുന്നത്. 2 ഡിഫൻസ്, 1 മിഡ്, 2 സ്ട്രൈക്കേഴ്സ്, പിന്നെ 1 ഗോൾ. ഇപ്പോൾ ഷൂട്ട് ചെയ്താണ് നമ്മുടെ മെയിൻ സ്ട്രൈക്കർ അജിത്ത്. നെറ്റിൻ്റെ ഇടയിൽ നിന്ന് വീഡിയോ എടുക്കാൻ ഭയങ്കര പാടാട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ഡിഫൻഡർ സ്റ്റോപ്പർ ബാക്ക് ഏബൽ ജോൺസൺ, നമ്മുടെ കൊച്ചച്ചൻ്റെ മോനാണ്. അതുപോലെ തന്നെ മുംബൈയിലുള്ള റിലയൻസ് ലിമിറ്റഡിൻ്റെ അക്കാഡമി പ്ലെയർ കൂടിയാട്ടോ. അപ്പോൾ അതിൻ്റെ കളിമികവെല്ലാം നമുക്ക് കളിക്കളത്തിൽ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ക്യാപ്റ്റൻ നിമലിൻ്റെയും മെയിൻ സ്ട്രൈക്കർ അജിത്തിൻ്റെയും നേതൃത്വത്തിൽ ഒരു ടീം ഹഡിലൊക്കെ സെറ്റ് ചെയ്തിട്ട് അവർ നേരെ കളിക്കളത്തിലേക്ക് കയറാൻ പോവുകയാണ്. മാച്ചിൽ എന്താ സംഭവിച്ചെന്ന് അറിയാൻ അടുത്ത എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്യുക.